Hey, what's up? It's me, Irfan. Welcome back my channel. We are one. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശരിയല്ല. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഒരു തൃപ്തി നമുക്ക് കിട്ടുന്നില്ല. എത്ര ഫോട്ടോ എടുത്തും ബാക്ക്ഗ്രൗണ്ട് തൃപ്തി കിട്ടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലർ, അതുപോലെ നമ്മൾ സാധാ മൊബൈലിലെടുത്തത്, അപ്പോൾ നമ്മളിത് ബ്ലർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല മൊബൈലില്ലാന്ന് വിചാരിച്ചോളൂ. ആ ഒരു സമയത്ത് ബ്ലർ ചെയ്യാൻ നല്ലൊരു ആഗ്രഹമുള്ള ഒരാളാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാൻ വേണ്ടി ബ്ലർ ചെയ്യണം, നല്ല ഭംഗിയിൽ കിട്ടണം ഫോട്ടോസൊക്കെ, അങ്ങനെ രീതിയിൽ ആഗ്രഹിക്കുന്ന ആ വ്യക്തികളുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അതായത് ഒരു ഇത് മാത്രം, ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ മാത്രം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരു കളറ് നമുക്ക് ഇഷ്ടപ്പെട്ട ആ കളർ മാത്രം അവിടെ വരാൻ പാടുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒറ്റൊരു ക്ലിക്കിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആണെന്ന്. ഇതിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് മെത്തേഡ് പഠിപ്പിച്ചിരുന്നു. ഒന്നൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടും അല്ലാത്ത നമ്മളൊരു ക്രോം ബ്രൗസർ യൂസ് ചെയ്തിട്ടും. ഈ ഒരു ആപ്ലിക്കേഷനെ വെച്ചിട്ടുള്ളത് കുറച്ച് റിസ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ എല്ലാ മൊബൈലിലും വർക്ക് ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എല്ലാ മൊബൈൽസിനും വർക്ക് ചെയ്യണമെന്നില്ല. അതിനു മറിച്ച് ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. നിങ്ങളെ ക്രോം ബ്രൗസറിൽ പോയിട്ട് സിമ്പിളായിട്ട് തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന പിക്കാളൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ സംഭവമില്ല, നമ്മൾ ഇവിടെ കടകളിലൊക്കെ വെക്കാണ് ചെയ്യുന്നത്. അതുപോലെ ഫോട്ടോഷോപ്പ് ഒന്നും അറിയാതെ കമ്പ്യൂട്ടറൊന്നും വീട്ടിലില്ലാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് തന്നെ മൊബൈലിൽ ഫോട്ടോഷോപ്പ് വരെ ചെയ്യാം. ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യുക, വേറെ ആളെ കൊണ്ടുവരണമെങ്കിൽ വേറെ ആളെ കൊണ്ടുവരിക, അങ്ങനത്തെ ഓരോ ട്രിക്ക് വരെ ഇതിൽ ചെയ്യാൻ പറ്റിയ ഒരു കിടുക്കാച്ചി വീഡിയോ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് ഒരാൾക്ക് ഫോട്ടോ എടുക്കുന്ന ആൾക്ക് ആ ഫോട്ടോ തൃപ്തിയോടെ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ട്രിക്കാണ്. അപ്പോൾ എന്തായാലും ചെയ്തു പോയിക്കോ. ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടാൽ മതി. ഒരു കുറച്ച് മിനിറ്റ് ഉള്ളൂ, ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ആയിട്ടൊന്ന് ഫുള്ള് കാണാൻ നോക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ നല്ല ഇൻഫോർമേഷൻസ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് remove.bg എന്നടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എന്നിട്ട് അവിടെ അപ്ലോഡ് ഇമേജ് എന്നാണ്. അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതായത് നിങ്ങൾ ഏത് പിക്കാണ് എടുത്തത് ആ ഒരു പിക്ക്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറോ അങ്ങനെയൊന്നും വേണ്ട, ഫോട്ടോ ക്വാളിറ്റി ഒന്നും വേണ്ട, എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി വേണം. അങ്ങനെ ഒരു രീതിയിലുള്ള നല്ലൊരു പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും മേലെ. ജസ്റ്റ് ആയിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 2, 3, 5 സെക്കൻഡൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണത്. അത് നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് കയറട്ടോ. ഓക്കെ, നിങ്ങൾ നെറ്റിൻ്റെ സ്പീഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് കയറാം. ജസ്റ്റ് അപ്ലോഡിങ് ഒന്ന് ഫുള്ളായതിനു ശേഷം ഒരു ഇൻ്റർഫേസ് ആയിട്ടാണ് വരും. ജസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലാണ്, അതായത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും, അതുപോലെ തന്നെ ഒന്ന് നമ്മൾ സാധാ ഒന്ന് വരും. ആ ട്രാൻസ്പെറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നിട്ട് വേറെ ആപ്ലിക്കേഷനിൽ പോയിട്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ അടിയിൽ തന്നെ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോ വരും. അപ്പം നമുക്ക് കുറേ ചോയ്സ് ചെയ്യാനുള്ളത്. എന്നിട്ട് വേണമെങ്കിൽ ബ്ലറാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട ബ്ലറാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിയിൽ കുറേ ഇത് കൊടുക്കുന്നുണ്ട്, കുറേ സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. കളറുകൾ വേണമെങ്കിൽ കളറുകൾ കൊടുക്കാം, വേറെ ഇമേജുകൾ വേണമെങ്കിൽ വേറെ ഇമേജുകൾ കൊടുക്കാം. അങ്ങനെ കുറേ നല്ലൊരു യൂസ്, അതായത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് അത് ഏത് മൊബൈലിലും പറ്റും. അതായത് ഏത് ഓൾഡ് വെർഷൻ ആയിട്ടുള്ള ഏത് മൊബൈലിലും പറ്റും ഈ ഒരു സംഭവം. ഭയങ്കര നെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം അടിപൊളി പക്കയാണ്, വർക്കിംഗ് ആണ്. ഇനി രണ്ടാമത്തെ, അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു തൃപ്തി കിട്ടില്ല, അതായത് ബാക്ക്ഗ്രൗണ്ടും നിങ്ങളെ ഫേസൊന്നും തൃപ്തി കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ജസ്റ്റ് സ്നാപ്സീഡ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയാം, ഞാൻ അതിനെ പറ്റിയൊന്നും എല്ലാം പറയുന്നില്ല. അത് എങ്ങനെ ചെയ്യുന്ന രീതികളൊക്കെ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് കണ്ടു പഠിച്ചാൽ മതി. എന്നിട്ട് സ്നാപ്സീഡിലോട്ടൊന്ന് പോവുക. ആ പോയതിനു ശേഷം ആ ഒരു ഫോട്ടോ ജസ്റ്റ് ആയിട്ട് എടുക്കുക. ആ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടില്ല, ഒരു മഞ്ഞ കൂടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആ ഫോട്ടോയിൽ. അപ്പോൾ ആ ഒരു മഞ്ഞ കൂടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിന് ഞാൻ ജസ്റ്റ് ആയിട്ട് ആ ഒരു ഇതിങ്ങനെ കൂട്ടി കൊടുക്കുന്നത്, അതായത് ഞാൻ ഇപ്പോൾ ഈ ഒരു എഡിറ്റ് ചെയ്യുന്ന രൂപം ഇങ്ങനെയാണ്. ജസ്റ്റ് ആയിട്ട് കൂട്ടി കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഫേസും ആ ഒരു മഞ്ഞ, അതായത് അവിടുന്ന് എടുത്ത പോലെ തന്നെ, അത് നോക്കുക. അത് എത്ര സൂം ചെയ്താലും ഞാൻ അവിടുന്ന് എടുത്ത പോലെ തന്നെ അല്ലേ, അതായത് നമ്മൾ ആ കട്ട് ചെയ്ത് ഇവിടെ വെച്ചത് ആ ഒരു പ്ലേസിൽ പോയിട്ട് എടുത്ത ആ രൂപത്തിൽ തന്നെയല്ലേ നമുക്ക് കാണിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണെന്ന് തന്നെ പറയാം, നല്ലൊരു പക്ക ആപ്ലിക്കേഷൻ അല്ല, നല്ലൊരു വെബ്സൈറ്റ് ആണെന്ന് പറയാം. കട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു വെബ്സൈറ്റ്. പിന്നെ നമ്മളെ രണ്ടാമത്തെ വെബ്സൈറ്റാണ് മാക്രോൺ.
മാക്രോൺ. അതെങ്ങനെ പ്രൊനൗൺസ്മെന്റ് ചെയ്യേണ്ടിക്കറിയാം. ഓക്കെ, ഏതായാലും ആ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല, കമന്റ് ബോക്സിൽ. എന്നിട്ട് നമുക്ക് അതിൽ സാമ്പിൾസ് ഉള്ള കുറേ ഫോട്ടോസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അത് ഒരു പെൺകുട്ടിന്റെ ഫോട്ടോ സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതും നെറ്റിന്റെ സ്പീഡിനനുസരിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് പേഴ്സണും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരും. അങ്ങനെ 2 രീതിയിലേക്കാരം അവിടെ കാണിക്കുക. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം, കട്ട ബ്ലറാക്കാം, വേറെ രീതിയിലാക്കാം. അങ്ങനെ കുറേ രീതികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. കട്ടൊക്കെ ബ്ലറാക്കാം. അങ്ങനത്തെ ഓരോ ഫ്യൂച്ചേഴ്സുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണെന്ന് പറയാം. എന്നിട്ട് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ആ ഒരു പേഴ്സണിന് മാത്രം കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാം. അങ്ങനെ എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഫക്റ്റ് കൊടുക്കാം. ഇനി ഡബിൾ ആക്കണമെങ്കിൽ ഡബിൾ ആക്കാം. ഇതൊന്നും ജസ്റ്റ് യൂസ് ചെയ്ത് പോയിക്കൊണ്ട് നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഏതായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. ഇതിന് വാട്ടർമാർക്ക് ഉണ്ട്. ആ വാട്ടർമാർക്ക് കളയാൻ അവിടെ കുറച്ച് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ വാട്ടർമാർക്ക് പോയി കിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ എല്ലാ മൊബൈലിലും വർക്ക് ചെയ്യണമെന്നില്ല. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു 2017 ഇറങ്ങിയ മൊബൈൽസിലൊക്കെ വർക്ക് ചെയ്യും. അതിന് മറിച്ച് മറ്റേ മൊബൈൽസ്, അതായത് പണ്ടത്തെ മൊബൈൽസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ മൊബൈൽസിലൊന്നും വർക്ക് ചെയ്യാൻ സാധ്യത കുറവാണ്. ചില മൊബൈൽസിൽ മാത്രം, അന്ന് നല്ല മുന്തിയിട്ടുള്ള മൊബൈലിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇതിൻ്റെ ലിങ്ക്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലേക്കാരം പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കമൻറ്റിലേക്കാരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ പറ്റില്ല, കമൻറ്റിലാണ് കൊടുക്കല്. ഓക്കെ, അപ്പം സാധാരണ ഞാൻ ഇവിടെ കൊടുക്കല്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കല്. ഇപ്രാവശ്യം നമ്മൾ നേരെ കമൻറ്റിക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് വല്ല ഡൗട്ടോ കാര്യങ്ങളോ എന്ത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റിന് ഞാൻ നല്ല റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്, ഇത് മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിൽക്കും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒന്ന് നല്ലൊരു ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ഒരാളായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങളെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ സഹിതം നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ സൂൺ, ബൈ.